നമസ്കാരം. ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമാണ് അമിത് ഷാ. എ.ബി. വാജ്പേയിയുടെ ബി.ജെ.പിയെ മോദിയുടെ ബി.ജെ.പിയാക്കി മാറ്റുന്നതിനായി പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി ഇന്ത്യൻ പൗരന്മാരായിട്ടായിരുന്നു ഇതിനു മുൻപുള്ള ഭരണാധികാരികൾ കണ്ടിരുന്നതെങ്കിൽ അമിത് ഷാ മോദി കൂട്ടുകെട്ട് ഇന്ത്യയുടെ ഭരണചക്രം പിടിച്ചു തുടങ്ങിയതോടെ അവർ ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചു. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ എല്ലാം അവർ ഈ രാജ്യത്തെ പൗരന്മാരെ പല തട്ടുകളിലാക്കി. ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന അംഗീകരിച്ചു കൊടുക്കുന്ന പൗര സ്വാതന്ത്ര്യത്തിൽ വരെ അവർ കൈകടത്തി. ഒരു കുറ്റം ചെയ്യുന്നവന് അവന്റെ മതം നോക്കി ശിക്ഷ കൊടുക്കാൻ തുടങ്ങി. അമിത്ഷായുടെ തത്വങ്ങൾ ബി.ജെ.പിയിൽ നടപ്പിലാവാൻ തുടങ്ങിയതോടെയാണ് ഭാരതം ഇത്രത്തോളം ഭിന്നിക്കപ്പെട്ടത്. ഉത്തർപ്രദേശിൽ നോക്കുക, ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്നവർ ഏതെങ്കിലും കേസുകളിൽ കുറ്റവാളികളായാൽ അപ്പോൾ പോയി ബുൾഡോസർ എടുത്ത് അവരുടെ വീട് അടിച്ചു പൊളിച്ച് കളയുകയാണ്. നീതിന്യായ വ്യവസ്ഥിതിയെ വരെ നോക്കുകുത്തിയാക്കിയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ, ഒരേ പൗരാവകാശങ്ങളുള്ള ജനങ്ങളെ പല തട്ടിലാക്കി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കോക്കസ് മാറ്റിയെടുത്തത്. അത്തരത്തിലുള്ള ആ വിഭജന തന്ത്രവുമായി വന്ന അമിത്ഷായുടെ മകനും BCCI സെക്രട്ടറിയുമായ ജയ്ഷായ്ക്ക് ഇതാ ഇന്നലെ വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ മറുപടി. ഇക്കഴിഞ്ഞ ദിവസം അവസാനിച്ച വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന T20 ലോകകപ്പ് കിരീടം ഇന്ത്യ നേടിയിരുന്നു. T20 ലോകകപ്പ് ആദ്യമായി നടന്നത് 2007-ലാണ്. അന്ന് പ്രഥമ കിരീടം നേടിയത് ഇന്ത്യ ആയിരുന്നു. പിന്നീട് 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ആ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടുന്നത്. രാഹുൽ ദ്രാവിഡ് ആയിരുന്നു കിരീടം നേടിയ ഇന്ത്യൻ ടീമിന്റെ കോച്ച്. കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് 125 കോടി രൂപയാണ് BCCI സെക്രട്ടറിയും അമിത്ഷായുടെ മകനുമായ ജയ്ഷാ പാരിതോഷികം പ്രഖ്യാപിച്ചത്. പ്ലേയിങ് 11-നും കോച്ച് രാഹുൽ ദ്രാവിഡിനും 5 കോടി വീതമാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. രാഹുൽ ദ്രാവിഡിന്റെ കീഴിലുള്ള സപ്പോർട്ടിംഗ് പരിശീലകർക്ക് 2.5 കോടി രൂപയുമായിരുന്നു പാരിതോഷികം. ഇതാണ് രാഹുൽ ദ്രാവിഡിനെ ചൊടിപ്പിച്ചത്. ഈ വിവേചനത്തിനെതിരെ പരസ്യമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ്. തനിക്ക് പ്രഖ്യാപിച്ച 5 കോടി നിരസിക്കുകയും തന്റെ കൂടെ നിന്ന് തന്നേക്കാൾ കൂടുതൽ ജോലി ചെയ്ത സഹപരിശീലകർക്ക് കിട്ടിയ 2.5 കോടി മാത്രം സ്വീകരിക്കുകയുമായിരുന്നു. സമത്വം എന്താണ് എന്നതിന്റെ സുന്ദരമായ ഒരു സന്ദേശമായിരുന്നു രാഹുൽ ഇവിടെ നൽകിയത്. ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ജയ്ഷായ്ക്ക് നേർക്ക് ഉയർന്നു വന്നിരുന്നു. ജയ്ഷായുടെ പക്വതയില്ലാത്ത, പദവിക്ക് നിരക്കാത്ത പ്രവർത്തികളായിരുന്നു ഇതിന് കാരണം. ശരിയായ അമൂൽ ബേബി ഇവനാണ്, പപ്പു എന്ന പേരിന് ഏറ്റവും യോഗ്യൻ ഇവനാണ് എന്നൊക്കെയായിരുന്നു ജയ്ഷായുടെ വെകിട് കളി കണ്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന പ്രചരണം. ആ പ്രചരണത്തിന്റെ ക്ഷീണം മാറും മുൻപാണ് ഇപ്പോൾ ഇന്ത്യൻ വൻമതിൽ എന്നറിയപ്പെടുന്ന രാഹുൽ ദ്രാവിഡിന്റെ കയ്യിൽ നിന്നും കൂടെ തിരിച്ചടി ജയ്ഷായ്ക്ക് ലഭിക്കുന്നത്.